class. How are you all? I hope you all are fine. Okay? Children, in previous class, we discussed what we learned in previous class. Can you remember? Yes. How to introduce ourselves, right? Self-introduction we had learned in previous class, right? I hope now you can introduce yourself, right? Then, yes. Then that's very important. Okay, self-introduction is very important thing. You should by heart self-introduction. How to introduce ourselves to others. Okay, okay, children. Then let's start today's class. See, in the blackboard you can see some questions and answers, right? You can see some questions and answers. Children, when we communicate, നമ്മൾ സംസാരിക്കുമ്പോൾ മറ്റുള്ളവരുമായി സംസാരിക്കുമ്പോൾ കുറേ ചോദ്യങ്ങൾ ചോദിക്കേണ്ടതായിട്ട് വരാറുണ്ട് അല്ലേ? We can ask some questions. Then sometimes നമുക്ക് ചിലപ്പോൾ ആൻസർ പറയേണ്ടതായിട്ടും വരാറുണ്ട്. So sometimes we ask questions, sometimes we say answers. Okay, children, these are some common questions. സാധാരണ ഉപയോഗിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ടീച്ചർ ഇവിടെ ബോർഡിൽ എഴുതിയിട്ടുള്ളത്. ഇതുപോലെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇത്തരത്തിൽ ബൈ ഹാർട്ട് ചെയ്താൽ നമുക്ക് വി ക്യാൻ കമ്മ്യൂണിക്കേറ്റ് ഇൻ ഇംഗ്ലീഷ് വെരി ഈസിലി. നമുക്ക് പെട്ടെന്ന് നന്നായി ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, see, I think these questions are very familiar to you. Then first one, how are you? See, LKG class onwards, see, we are asking, how are you? How are you? So, answer is very easy. See, we are learning from LKG nursery class onwards. I'm fine, thank you. See, when you pronounce, ഉച്ചാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, how are you എന്ന് ചോദിക്കുമ്പോൾ I'm fine, thank you. Thank you, no, thank you. Okay, so when you pronounce, see, be careful. Thank you. I'm fine, thank you. I am fine എന്ന് പറഞ്ഞാൽ I'm fine, thank you. Okay, next one, what do you want? See, what do you want? What do you want? നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? What do you want? What do you want? See, answer we can say in different ways. I want a pencil. I want your book. I want your water bottle. I want your help. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ആൻസർ പറയാം. I want a pencil. I want your notebook. I want your umbrella. Then I want your help. എനിക്ക് നിന്റെ ഹെൽപ്പ് ആവശ്യമാണ്. എനിക്ക് നിന്റെ പെൻസിൽ വേണം. എനിക്ക് നിന്റെ പേന വേണം. എനിക്ക് നിന്റെ ബുക്ക് വേണം. എനിക്ക് നിന്റെ വാട്ടർ ബോട്ടിൽ വേണം. സോ ഡിപ്പെൻഡ്സ് യുവർ നീഡ്. നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് പറയണം. ഐ വോണ്ട് യുവർ ഹെൽപ്പ്. ഐ വോണ്ട് യുവർ പെൻസിൽ. ഐ വോണ്ട് യുവർ പെൻ. ഐ വോണ്ട് യുവർ ബുക്ക്. ഓക്കെ ചിൽഡ്രൻ, സോ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നെങ്ങനെ ചോദിക്കാം? വാട്ട് യു വാണ്ട്? സീ ഓൾ ഓഫ് യു, വാട്ട് യു വാണ്ട്? നിങ്ങൾക്ക് എന്താ വേണ്ടത്? അപ്പോൾ നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് ഇംഗ്ലീഷിൽ എങ്ങനെ ചോദിക്കാം? How can we ask? What you want? What you want? See, answer, it depends your need. നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് I need, I want. Okay, children, then your friend is going somewhere. So എവിടേക്കാണ് പോകേണ്ടത്, എവിടേക്കാണ് പോകുന്നത് എന്ന് നമ്മൾ ചോദിക്കും അല്ലേ? നമ്മൾ സാധാരണ ഒരാളെ കണ്ട ഹലോ, യെസ്, ഹൗ യു എന്ത് പറയുന്നു? എവിടേക്കാണ് പോകുന്നത് ചോദിക്കില്ലേ നമ്മൾ? സി, വെർ ആർ യു ഗോയിങ്? എവിടേക്കാണ് പോകുന്നത്? വെർ ആർ യു ഗോയിങ്? ഓൾ ഓഫ് യു ആസ്ക്, യെസ്, വെർ ആർ യു ഗോയിങ്? നിങ്ങൾ എവിടെയാണ് പോകുന്നത്? സോ ഇനിയിപ്പോൾ ആരെങ്കിലും നമ്മളോടാണ് ചോദിക്കുന്നതെങ്കിലോ, വെർ ആർ യു ഗോയിങ്? സി, ഐ എം ഗോയിങ് ടു സ്കൂൾ. ദെൻ നിങ്ങൾ മാർക്കറ്റിലാണ് പോകണമെങ്കിലോ, യെസ്, ദാറ്റ്സ് ഡിപ്പെൻഡ്സ് യുവർ ഡെസ്റ്റിനേഷൻ. ഓക്കെ, നിങ്ങൾ എവിടെയാണ് പോകുന്നത് അതിനനുസരിച്ച് പറയണം. ഐ എം ഗോയിങ് ടു മാർക്കറ്റ്. ഐ എം ഗോയിങ് ടു ചർച്ച്. ഐ എം ഗോയിങ് ടു ടെമ്പിൾ. സി, ഐ എം ഗോയിങ് ടു മൈ നെയ്ബേഴ്സ് ഹൗസ്. സി, ഐ എം ഗോയിങ് ടു
whatever it is, I'm going to playground. See, so that depends your destination. എവിടേക്കാണ് പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ അത് നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ, നിങ്ങൾ എവിടെയാണ് പോകുന്നത് അതിനനുസരിച്ച് നമുക്ക് മാറ്റം വരുത്തി ചെയ്യാം. ഐ എം ഗോയിങ് ടു സി ദിസ് പ്ലേസ്. ക്ലിയർ? സോ എവിടേക്കാണ് പോകുന്നത് എങ്ങനെ ചോദിക്കാം നമുക്ക്? വേർ ആർ യു ഗോയിങ്? വേർ ആർ യു ഗോയിങ്? എവിടെ? വേർ ആർ യു ഗോയിങ്? ദ ക്വസ്റ്റ്യൻ വേർഡ് വേർ. വേർ, എവിടെ? വേർ ആർ യു ഗോയിങ്? ഓക്കെ ചിൽഡ്രൻ, then where do you then നിങ്ങൾ എവിടെ താമസിക്കുന്നത്? where do you live? where do you live? ഇവിടെ where do you live? okay, where do you live? okay, നിങ്ങൾ എവിടെ താമസിക്കുന്നു? I live at Kutikar. I live at, yes, near church. I live at, see here, see where it is, so you can say I live at Modrakani. I live at Padiyaram. So wherever it is, you can say എവിടെയാണോ അത് പറയാം. ഓക്കെ, I live at. Then നീ എന്നാ വന്നത്? when did you come? did. ഇത് കഴിഞ്ഞു പോയതിന് എന്നാ വന്നത്? കഴിഞ്ഞതിന് ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിഡ് ഉപയോഗിക്കാം. അതൊക്കെ നിങ്ങൾ പഠിക്കും, നിങ്ങൾ ഗ്രാമറിൽ നിങ്ങൾ പഠിക്കും. when did you come? നിങ്ങൾ എന്നാണ് വന്നത്? when did you come? അപ്പോൾ ഞാൻ ഇന്നലെ വന്നു. I came yesterday or I came today. എന്നാണ് വന്നതെങ്കിൽ I came today. I came yesterday or I came last week. Okay, then I came 2 days back. എന്നാണോ അതിനനുസരിച്ച് പറയാം. I came yesterday, I came today, or I came 2 days back. 2 ദിവസം മുൻപാണ് വന്നത്. Okay, then in which class do you study? That's very familiar question. In which class do you study? I study in class 2. Okay, yes, then no need of more explanation. So what are you eating? നീ എന്താ കഴിക്കുന്നത്? what are you eating? or നിങ്ങൾ എന്താ കുടിക്കുന്നത്? what are you drinking? okay, I am eating an apple. ഞാൻ ആപ്പിൾ കഴിക്കണം. I am eating a mango. okay, then what are you drinking എന്ന് ചോദിക്കും. നിങ്ങൾ എന്താ കഴിക്കുന്നത്? എന്താ കുടിക്കുന്നത്? what are you drinking? then I am drinking milk. I am drinking water. I am drinking a cup of tea. see, then that's depends what you eat or what you drink. okay, clear? then who is that? അത് ആരാണ്? who is that? yes, he is my brother, or he is my neighbor, he is my father, he is my friend. ആരാണ്? who is that? അത് ആരാണ്? who is that? so children, these type of questions we use when we communicate to other. നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ സാധാരണഗതിയിൽ വരുന്ന ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സ് ആണിത്. മലയാളത്തിലാവുമ്പോൾ നമ്മൾ വളരെ ഈസി ആയിട്ട് ചോദിക്കും. നീ എവിടെ പോകുന്നു? നീ എന്താ കഴിക്കുന്നത്? സോ ഇറ്റ്സ് വെരി സിമ്പിൾ. വി ക്യാൻ ആസ്ക് ഇൻ ഇംഗ്ലീഷ്. നമുക്ക് ഇംഗ്ലീഷിൽ ചോദിക്കാം. സി, വാട്ട് ആർ യു ഈറ്റിംഗ്? വാട്ട് ആർ യു ഡ്രിങ്കിങ്? when did you come? നീ എന്നാ വന്നത്? where are you going? എവിടെ പോകുന്നു? where do you live? നീ എവിടെ താമസിക്കുന്നു? okay, how are you? in which class do you study? നീ ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു? yes, children, just by heart this question and answers. okay, then definitely you can speak in English. see, when you learn this type of small questions by heart, you can learn. yes, you can speak in English, no doubt. okay children, let me read once again. see, how are you? I am fine, thank you. what do you want? I want a pencil. where are you going? I am going to school. then where do you live? I live at Kutikar. when did you come? I came yesterday. and which class do you study? I study in class 2. what are you eating? I am eating an apple. who is that? he is my brother. see children, as I told you, see all these answers depends question അനുസരിച്ച്. അല്ലെങ്കിൽ ഇപ്പോൾ ഏതാണ്, എവിടേക്കാണ് പോകുന്നത്? ദാറ്റ്സ് depends your destination, depends what you eat or what you drink
Okay, it depends your place. See where you live, depends your place. ഓക്കെ, അതൊക്കെ നിങ്ങളുടെ സ്ഥലത്തെ ആശ്രയിച്ചിരിക്കുന്നു. നിങ്ങൾ എന്താണ് കഴിക്കുന്നത്, നിങ്ങൾ കഴിക്കുന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. ദെൻ നമുക്കത് അതിനനുസരിച്ച് പറയാൻ വേണ്ടി കഴിയും. ഓക്കെ ചിൽഡ്രൻ, സോ ലെറ്റ്സ് ലേൺ, ദെൻ റിപ്പീറ്റ്, പ്രാക്ടീസ് അറ്റ് ഹോം. വീട്ടിൽ ചോദിക്കാം, അച്ഛനോടും അമ്മയോടും ഒക്കെ ഇംഗ്ലീഷിൽ ഈ ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, ചോദിച്ചുകൊണ്ടേയിരിക്കുക. ബ്രദർ ഉണ്ടെങ്കിൽ ബ്രദറിനോട്, സിസ്റ്റർ ഉണ്ടെങ്കിൽ സിസ്റ്ററിനോട് ചോദിച്ചുകൊണ്ടിരിക്കുക. തെറ്റിക്കോട്ടെ, നോ പ്രോബ്ലം. ഓക്കെ, ഓക്കെ ചിൽഡ്രൻ, സോ ലെറ്റ്സ് ജസ്റ്റ് ലേൺ ദീസ് തിങ്സ്. ഓക്കെ, വാച്ച് ദിസ് ക്ലാസ് again and again and learn these things by heart. Okay, let me wind up today's class. See you next class with another topic. Bye bye.